ഇരിട്ടിപ്പുഴ നമുക്കൊന്ന് കണ്ടു വന്നാലോ? ഇരിട്ടിയോട് ചേർന്ന് കിടക്കുന്ന പായം പഞ്ചായത്തിൻ്റെ ഒരു ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പാർക്ക്. ഇരിട്ടിയിൽ നിന്ന് വരുന്നവർക്ക് ഇരിട്ടിപ്പാലം കയറിയാൽ വലത് സൈഡിലും, കൂട്ടുവഴിയിൽ നിന്ന് വരുന്നവർക്ക് പാലം എത്തുന്നതിന് മുമ്പ് ഇടത് സൈഡിലും പായം പഞ്ചായത്തിൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ച. ഊഞ്ഞാലും ഇരിക്കാനുള്ള സ്ഥലങ്ങളും റോഡിനോട് ചേർന്ന് തന്നെ ഗ്രീൻ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ ഞാനവിടെ എത്തി. വഴിയെ പോയപ്പം ഇതിൻ്റെ ഭംഗി കണ്ട് ഞാൻ കയറി നോക്കിയതാണ്. അകത്തേക്ക് കയറുമ്പോണ്ടല്ലോ, താഴേക്ക് ഇറങ്ങാൻ സ്റ്റെപ്പ്, അതുപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും മരങ്ങളും ചെടികളും എല്ലാം ഉള്ളൊരു കുഞ്ഞു പാർക്ക്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ എവിടെ ഇരുന്നാലും ഈ പുഴ കാണാം. വെള്ളം ഇങ്ങനെ ഓളം തല്ലി ഒഴുകുന്ന പുഴകൾ. അവിടെയും ഇപ്പോഴും ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു സമയം 3 മണി 4 മണി സമയമായി, 3:30 മണി കണ്ടോ. ആ വെയിലത്തും അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്ന 2 സുഹൃത്തുക്കളെ ഞാൻ പരിചയപ്പെട്ടു. അവരിങ്ങനെ ആസ്വദിക്കുകയാണ്. വേറൊന്നുമല്ല, ആ പാലത്തിലൂടെ വണ്ടി പോകുന്നതും ആ പുഴയുടെ ആ ഒരു കുളിർമയും. ശരിക്കും അവിടെ നല്ല തണുപ്പാണ്, വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ് അവിടെ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഞാനിരുന്ന് ഇങ്ങനെ ഞാനും കുറച്ച് നേരം കണ്ടോ. ഡിസൈനിങ് വളരെ മനോഹരമാണ്. ഓളം തല്ലുന്ന പുഴയോട് ചേർന്ന് ഞാനും കുറച്ച് നേരം ഇവിടെ ഇരുന്നു. നിങ്ങൾക്ക് വെറുതെ പോകുമ്പോൾ, ഇരുട്ടി പോകുമ്പോൾ, ഒരു വൈകുന്നേരങ്ങളിലാണെങ്കിൽ ജസ്റ്റ് മക്കളെയും കൂട്ടിയാണെങ്കിലും ജസ്റ്റ് ഒന്ന് വന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് സന്ദർശിക്കണം. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ ഓൾ അമർത്തണം. എങ്കിൽ എല്ലാ പരിപാടികളും നമ്മളെ കിട്ടുന്നതായിരിക്കും. കണ്ടോ, വളരെ അടിപൊളി വൃത്തിയാണ് ഇവിടെ. കാരണം ഈ പാർക്കിലേക്ക് കയറുമ്പോഴും പാർക്കിൻ്റെ സൈഡോരങ്ങളും എല്ലാം വളരെ മനോഹരമായി കാത്തു സൂക്ഷിക്കുന്ന ഇരിപ്പിടങ്ങളും ഇതെല്ലാം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഞാനും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷെ എന്നാലും എനിക്ക് അവിടെ വിട്ടുപോരാൻ തോന്നിയില്ല. ഇവിടെ നിന്ന് ഊഞ്ഞാലാടാൻ ചെറിയ വെയിലാണെങ്കിലും തണുത്ത കാറ്റുകളാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ പ്രദേശവാസികൾക്ക്, ഇരിട്ടി ടൗണിൽ നിന്നും വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കയറി കണ്ടോ, ആ പാലം കടന്ന് വരുന്ന പ്രദേശത്ത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള പുതിയ നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു. നന്ദി.